ഓക്കെ, ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാത്രിയിൽ നമുക്കൊരുമിച്ച് പിന്നെയും ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരാൻ കർത്താവ് ഇങ്ങനെ ഒരു അവസരം നൽകി തന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ ഒരു ക്ലാസ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തു. ആ ക്ലാസ്സിൽ നമ്മൾ യൂണിവേഴ്സാലിറ്റി ഓഫ് സിൻ, അല്ലെങ്കിൽ പാപത്തിൻ്റെ ആ സാർവലൗകികത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരിലും വ്യാപരിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ് പാപം എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് ആ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ അടുത്തൊരു ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ആണ് ഇന്ന് രാത്രി നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, പാപം ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ പാപത്തെ ദൈവം എങ്ങനെയാണ് കാണുന്നത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പാപത്തെ ദൈവം എങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ ഈ പാപത്തെ നമ്മൾ കാണുന്നതും ദൈവം കാണുന്നതും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം പലപ്പോഴും നമ്മുടെ മനസ്സിനകത്തെ ചിന്ത എന്ന് പറയുന്നത് പാപത്തെ നമ്മളെങ്ങനെ കാണുന്നോ അതുപോലെ തന്നെയാണ് ദൈവവും കാണുക എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. കാരണം ഈ ശരിയായിട്ട് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും തങ്ങളുടെ സ്വഭാവം ദൈവത്തിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കും. അതാണ് പൊതുവെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഓഫീസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ പൊതുവിൽ ആ സ്ഥാപനത്തിൻ്റെ മേധാവിക്ക് എന്തെങ്കിലും കൈമടക്ക കൊടുത്ത് അയാളെ പ്രസാദിപ്പിക്കണം. അപ്പോൾ ദൈവത്തിലും നമ്മൾ ഇതേ കാര്യം തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വയ്ക്കും. ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് പ്രസാദിപ്പിച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ ഇതാ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ സ്വഭാവം അതുപോലെ ദൈവത്തിൽ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യുക എന്നുള്ളത് ആദ്യകാലം തൊട്ട് മനുഷ്യൻ ഉപയോഗിച്ച് വരുന്ന ഒരു കാര്യമാണത്. പക്ഷെ വാസ്തവത്തിൽ അങ്ങനല്ല. ദൈവം ഒരിക്കലും നമ്മളെപ്പോലെ അല്ല എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തയ്ക്കനുസരിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ദൈവം അതിനെ എങ്ങനെയാണ് കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. ഈവൻ മനുഷ്യർ തന്നെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഒരേ വിഷയത്തെക്കുറിച്ച് വ്യക്തികൾ മാറുന്നതിനനുസരിച്ച് അവരുടെ കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കും, അല്ലേ? നമ്മൾ പൊതുവിൽ പണ്ടൊക്കെ ഉള്ളൊരു പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്ന്. അപ്പം മനുഷ്യർ തന്നെ വ്യക്തികൾ മാറുമ്പം വ്യക്തിപരമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ മാറാറുണ്ട്, അവരുടെ കാഴ്ചപ്പാടുകൾ മാറാറുണ്ട്. അങ്ങനെയാണെങ്കിൽ മനുഷ്യരിൽ നിന്ന് എത്രയോ വിഭിന്നനായിട്ടുള്ള ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു മണ്ടത്തരമാണ്. അപ്പോൾ ദൈവം പാപത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഈ പഠനത്തിൽ മനസ്സിലാക്കിയേ മതിയാകുള്ളൂ. ഇപ്പോൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പലരും വിശ്വസിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. ബൈബിൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗോഡ് ഈസ് ലവ്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ആളുകളുടെ ഒരു ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം സ്നേഹമാണെങ്കിൽ ആയതുകൊണ്ട് ദൈവം നമ്മുടെ ചെറിയ പാപങ്ങളെയൊക്കെ ഇങ്ങനെ അതിനെയൊക്കെ കണ്ണടച്ചങ്ങനെ വിട്ടുകളയും എന്ന ഒരു ചിന്തയാണ് പൊതുവേ മനുഷ്യരുടെയൊക്കെ ഉള്ളിലുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള നമ്മുടെ ഇന്നർ സർക്കിളിലുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഫോൾസൊക്കെ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും തെറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് കണ്ടില്ല എന്നൊക്കെ നടിച്ച് പോകാറുണ്ട്. അപ്പോൾ ഇതേ ഒരു സിസ്റ്റം നമ്മൾ ദൈവത്തെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാനായിട്ട് നോക്കുക ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഇന്നർ സർക്കിളിലെ ആളുകളുടെ തെറ്റുകൾ നമ്മൾ കണ്ടില്ല എന്നടിക്കുന്നത്? നമുക്ക് അവരോട് സ്നേഹമുള്ളത് കൊണ്ട്. അപ്പം നമ്മൾ പറയുകയാണ് ദൈവം സ്നേഹമായതുകൊണ്ട് ദൈവവും നമ്മളെപ്പോലെ തന്നെ മനുഷ്യൻ്റെ പാപങ്ങൾ പലതും കണ്ടില്ല എന്നടിക്കുമെന്ന്. അതൊരു ഭയങ്കര ഒരു ഫാലസി, അത് തെറ്റായിട്ടുള്ളൊരു ചിന്തയാണ്, നമ്മൾ മനസ്സിലാക്കണം. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു,
നമ്മളുടെ ആ നേച്ചർ ദൈവത്തിൽ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യാനായിട്ട് നോക്കരുത്. കാരണം ഗോഡ് ഈസ് ആൻ എൻറ്റയർലി ഡിഫറെൻറ്റ് പേഴ്സൺ. ഓക്കെ, ദൈവം തികച്ചും വ്യത്യസ്തനായിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് ഒരിക്കലും നമ്മുടെ നേച്ചർ നമ്മുടെ ദൈവത്തെ കൊണ്ട് ഫിറ്റ് ചെയ്യാനായിട്ട് നോക്കരുത്. അപ്പം ദൈവം സ്നേഹമാണ്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ആര് സ്നേഹിക്കുന്നതിനേക്കാളും അധികം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതൊക്കെ സത്യമായിരിക്കുമ്പോൾ തന്നെ ദൈവം തന്നെക്കുറിച്ച് തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള പുസ്തകമായിട്ടുള്ള ബൈബിള് നമ്മളോട് പറയുന്നത് നമ്മുടെ ഈ ചിന്തയിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതായത് ദൈവം ഒരിക്കലും മനുഷ്യൻ്റെ പാപങ്ങൾക്ക് നേരെ, തെറ്റുകൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന ഒരു ദൈവമായിട്ടല്ല ബൈബിള് നമ്മളെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ബൈബിളിലെ ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഓക്കെ, ഇപ്പം ഒന്ന് രണ്ട് വാക്യങ്ങൾ ബൈബിളിൽ നമുക്കൊന്ന് വായിക്കാം. പഴയ നിയമത്തിലെ ഹബക്കൂക്ക് പ്രവചനം നമ്മൾ എടുക്കുമ്പോൾ, ഹബക്കൂക്ക് പ്രവചനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്: ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണുവാൻ കഴിയാത്തവനുമായുള്ളവൻ. അപ്പം ഞാൻ ആ വാക്യം വിശദീകരിക്കാനായിട്ട് ഞാൻ ടൈം എടുക്കുന്നില്ല, കാരണം ആ വാക്യം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹബക്കൂക്ക് പ്രവചനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കോണ്ടെക്സ്റ്റും ഒക്കെ പറഞ്ഞിട്ട് എനിക്ക് ആ വാക്യം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ വാക്യത്തിൻ്റെ അർത്ഥത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ അവിടെ ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്ന 2 വിശേഷണങ്ങളുണ്ട് അവിടെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒന്നവിടെ പറഞ്ഞു, ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവൻ. രണ്ടാമത് പറഞ്ഞു, പീഡനം കാണുവാൻ കഴിയാത്തവൻ. അപ്പം ദൈവം എന്ന് പറയുന്നത് സ്നേഹമായിരിക്കുമ്പോൾ തന്നെ ഹീസ് ഹോളി ഗോഡ്, അവൻ നിർമ്മലനായിട്ടുള്ള ദൈവമാണ്. അപ്പം ദൈവത്തിൻ്റെ നേച്ചറുകൾ, അവൻ്റെ സ്വഭാവങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഓഫ് കോഴ്സ് ഹീ ഈസ് ലവിങ് ഗാഡ്, അറ്റ് ദ സെയിം ടൈം ഹീ ഈസ് എ ഹോളി ഗോഡ്. അപ്പോൾ ദൈവം സ്നേഹിക്കുന്നവനായിരിക്കുമ്പോൾ തന്നെ ദൈവം വിശുദ്ധനായിട്ടുള്ള ഒരു ദൈവം കൂടെയാണ്, അത് നമ്മൾ മറക്കരുത്. അപ്പം വിശുദ്ധനായിട്ടുള്ള ദൈവം എന്നുള്ള നിലയ്ക്ക് അവിടെ നമ്മൾ വായിച്ചതാണ്, ദോഷം കണ്ടുകൂടാതെ വണ്ണം, തെറ്റ് കണ്ടുകൂടാതെ വണ്ണം. അതായത് ദൈവത്തിനൊരിക്കലും ഈവിൾ ഡൂയിങ്സ് അത് ടോളറേറ്റ് ചെയ്യാനായിട്ട് ദൈവത്തിന് കഴിയില്ല. അതവന് സഹിക്കാനായിട്ട്, അത് കണ്ടില്ലെന്ന് വെക്കാനായിട്ട് ദൈവത്തിന് കഴിയില്ല. വൈ? ബിക്കോസ് ഹീ ഈസ് സച്ച് എ ഹോളി ഗാഡ്. അവൻ അതുപോലെ വിശുദ്ധനായിട്ടുള്ള, പരിശുദ്ധനായിട്ടുള്ള ഒരു ദൈവമായതുകൊണ്ട് അവനൊരിക്കലും നമ്മുടെ പാപങ്ങൾ, നമ്മുടെ തെറ്റുകളുടെ നേരെ കണ്ണടയ്ക്കുന്ന ദൈവമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവൻ നമ്മളെ സ്നേഹിക്കുമ്പോൾ തന്നെ അവൻ നമ്മുടെ തെറ്റുകളുടെ നേരെ കണ്ണടയ്ക്കുന്ന ദൈവമല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒരു വാക്യം കൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ്? സംഖ്യാപുസ്തകം അതിൻ്റെ 32-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇതാണ്: എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല എങ്കിൽ നിങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും. അപ്പം ദൈവത്തോട് പാപം ചെയ്ത് കഴിയുമ്പോൾ ആ പാപത്തിൻ്റെ ഫലം അത് നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം നമുക്കൊരിക്കലും അതിനകത്തുനിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. വൈ? എന്തുകൊണ്ട്? കാരണം ദൈവം ഹോളി ഗോഡാണ്. അവൻ ഒരു പരിശുദ്ധനായ ദൈവമാണ്. അവനൊരിക്കലും തെറ്റിനെ അല്ലെങ്കിൽ പാപത്തെ ടോളറേറ്റ് ചെയ്യുന്ന, അത് അംഗീകരിക്കുന്ന, അത് കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു ദൈവമല്ല. ഫോർ എവറി സിൻ, ഈച്ച് ആൻഡ് എവറി സിൻ, ദർ ഇസ് എ റിസൾട്ട്, ദർ ഇസ് എ പനിഷ്മെൻറ്റ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് നമ്മൾ ചിലപ്പോൾ പറയും അത് ചെറിയ പാപമാ വലിയ പാപമാണെന്നൊക്കെ. ഞാനത് ക്ലാസ്സിൻ്റെ ഏകദേശം അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ഞാനത് കുറച്ചുകൂടെ വ്യക്തമാക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ മുമ്പിൽ ചെറുത് വലുത് എന്ന പാപങ്ങൾക്ക് വ്യത്യാസമൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ നേച്ചർ നമ്മൾ ദൈവത്തെ കൊണ്ട് ഫിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാം ആ ഒരു ഫാലസിയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഡോണ്ട് ട്രൈ ടു റിഫ്ലക്റ്റ് യുവർ നേച്ചർ ഇൻ ഗാഡ്. ദൈവത്തിൽ നിങ്ങളുടെ നേച്ചർ, നിങ്ങളുടെ സ്വഭാവം ദൈവത്തിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്.
ദൈവത്തിൻ്റെ മുമ്പിൽ ഒരിക്കലും ചെറിയ പാപമെന്നോ വലിയ പാപമെന്നോ വ്യത്യാസമില്ല. സിൻ ഈസ് ഓൾവേസ് സിൻ. പാപം അത് പാപം തന്നെയാണ്, അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ദൈവം പരിശുദ്ധനായതുകൊണ്ട് ദൈവത്തിന് പാപത്തിൻ്റെ നേരെ കണ്ണടയ്ക്കാനായിട്ട് കഴിയില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി രണ്ടാമതൊരു കാര്യം കൂടെ ഞാൻ പറയാം. ദൈവത്തിൻ്റെ അടുത്തൊരു പ്രത്യേകത, അപ്പം ദൈവം സ്നേഹമാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു നേച്ചറാണ്, ഞാൻ സമ്മതിച്ചു. അപ്പം തന്നെ ദൈവം ഹോളി ആയതുകൊണ്ട്, അവൻ പരിശുദ്ധനായതുകൊണ്ട് അവൻ പാപത്തെ കണ്ടില്ല എന്നടിക്കാനായിട്ട് അവന് പറ്റില്ല. ഇനി ദൈവത്തിൻ്റെ മറ്റൊരു ഗുണം ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ബൈബിളിൽ തന്നെ പഴയ നിയമത്തിൽ തന്നെ ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: അവൻ പാറ, അവൻ്റെ പ്രവൃത്തി അത്യുത്തമം, അവൻ്റെ വഴികളൊക്കെയും ന്യായം, അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരും ഉള്ളവൻ. അപ്പോൾ അവിടെ പറയുക, ഓൾ ഹിസ് വേസ് ആർ റൈച്ചസ്നെസ്. അവൻ്റെ വഴികളൊക്കെയും ന്യായമാണ്. മാത്രമല്ല, ഹീസ് എ റൈച്ചസ് ഗോഡ്, അവൻ നീതിയുള്ള ദൈവമാണ്. സോ നോക്കിക്കേ, അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത നേച്ചർ നമ്മളിവിടെ കാണുകയാണ്. ഹീസ് എ റൈച്ചസ് ഗോഡ്, അവൻ നീതിമാനായ ദൈവമാണ്. അപ്പം റൈച്ചസ് ആയതുകൊണ്ട് തന്നെ, നീതിമാനായതുകൊണ്ട് തന്നെ അവനൊരിക്കലും അനീതി ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം എന്താ റൈച്ചിയസ് ഗോഡ്, അല്ലെങ്കിൽ നീതി എന്ന് പറഞ്ഞാൽ എന്താ, റൈച്ചിയസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരാളോട് നീതി കാണിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ അർത്ഥം ഇതാണ്, അവൻ അർഹതയുള്ളത് എന്താണോ അതവന് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പോൾ ഒരാൾക്ക് അർഹതയുള്ളത് കൊടുക്കുന്നതോ, ഒരാൾക്ക് അർഹതയുള്ളത് കൊടുക്കാതിരിക്കുന്നതാണ് എന്ത്, അനീതി എന്ന് പറയുന്നത്, അന്യായം എന്ന് പറയുന്നത്. അപ്പം ഒരാൾ എന്താണോ അർഹിക്കുന്നത് അതവന് കൊടുക്കുക, അതാണ് നീതി, അതാണ് ന്യായം എന്ന് പറയുന്നത്. അപ്പം തെറ്റ് അല്ലെങ്കിൽ സിൻ അല്ലെങ്കിൽ ക്രൈം എന്ന് പറയുന്നത് ഇറ്റ് ഡിസേർവ്സ് പനിഷ്മെൻറ്റ്, അത് ശിക്ഷ അർഹിക്കുന്നതാണത്. അത് ഏത് മനുഷ്യനും അറിയാം. സാധാരണ നമ്മൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്, വയലേഷൻ ഓഫ് ലോ ഈസ് സിൻ ആൻഡ് സിൻ ഈസ് പനിഷബിൾ. കൽപ്പന ലംഘിക്കുന്നതാണ് പാപം, ആ പാപം ശിക്ഷാർഹമാണ്. അപ്പം ഏത് പാപത്തിനും ഏത് തെറ്റിനും ഒരു ന്യായമായ ശിക്ഷ ഉണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഓക്കെ, എന്തുകൊണ്ട്? ബിക്കോസ് ഗോഡ് ഈസ് റൈച്ചസ് ഗോഡ്, ദൈവം നീതിമാനായതുകൊണ്ട്. അപ്പം ദൈവം സ്നേഹമാണ്, ദറ്റ് ഈസ് ട്രൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഹീസ് എ ഹോളി ഗോഡ് ആൻഡ് ഹീസ് എ റൈച്ചസ് ഗോഡ്. അവൻ പരിശുദ്ധനായിട്ടുള്ള ദൈവവും അവൻ നീതിമാനായിട്ടുള്ള ദൈവവുമായതുകൊണ്ട് അവൻ തെറ്റിൻ്റെ നേരെ കണ്ണടക്കുകയുമില്ല, അവൻ തെറ്റിനെ ശിക്ഷിക്കാതിരിക്കാനായിട്ടും അവന് കഴിയില്ല. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു യൂട്യൂബ് വീഡിയോയിൽ താഴെ ഒരു മുസ്ലിം സഹോദരൻ വന്നിട്ട് കുറേ കമൻ്റ് ഇട്ടു. അതിനകത്ത് അദ്ദേഹം പല പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിലൊരു പ്രശ്നത്തിൻ്റെ മറുപടി ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കത്താന്ന് വെച്ചാൽ വരുന്ന ദിവസങ്ങളിൽ ബാക്കി ഒരു 1-2 പ്രശ്നങ്ങളൂടെ ഉണ്ട്, അതിൻ്റെ കൂടെ മറുപടി ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിനകത്ത് അദ്ദേഹം ചോദിച്ച മറ്റൊരു ചോദ്യം ഇതാണ്, അത് ഞാനത് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചതാണ്, ദൈവത്തിന് പാപം ക്ഷമിക്കാനായിട്ട് ദൈവത്തിന് കഴിയുമല്ലോ, ദൈവത്തിനങ്ങ് ക്ഷമിച്ചാൽ പോരെ, എന്തിനാണ് ദൈവം തൻ്റെ പുത്രനെ മരിക്കാനായിട്ടൊക്കെ ഏൽപ്പിച്ചു കൊടുത്തതെന്ന്. അല്ലേ, ഒന്ന് ഓർത്ത് നോക്കിക്കുക, ദൈവത്തിന് കഴിയാത്ത എന്താ ഉള്ളത്? ദൈവത്തിന് വേണം എന്ത് ചെയ്യാം, ക്ഷമിക്കാം, അല്ലേ? അപ്പം മനുഷ്യരെല്ലാവരും പാപം ചെയ്തപ്പം ദൈവത്തിന് സിമ്പിളായിട്ട് എന്ത് പറഞ്ഞാൽ മതിയായിരുന്നോ? ഓക്കെ, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. പക്ഷെ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ ആ നേച്ചർ മനസ്സിലായിട്ടില്ല, അതാണ് പ്രശ്നം. അപ്പം അദ്ദേഹം വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദൈവം പാപം ചെയ്താലൊക്കെ വെറുതെ അങ്ങോട്ട് സില്ലി സാരമില്ല എന്നുള്ള മട്ടി കാണും ദൈവമായിട്ടാണ് അവർ ദൈവത്തെ കാണുന്നത്. അതുകൊണ്ട് ആ ചോദ്യം വരുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ആ പരിശുദ്ധിയും ഹോളിനെസ്സും അതിനേക്കാളപ്പുറം ദൈവത്തിൻ്റെ നീതിയെ മനസ്സിലാക്കി കഴിയുമ്പോൾ അങ്ങനെ ദൈവത്തിന് ക്ഷമിക്കാനായിട്ട് കഴിയില്ല. അപ്പം എന്നോട് ഈ ചോദ്യം സാധാരണ ചോദിക്കുന്നവരോട് ഞാൻ പറയുന്ന മറുപടി ഇതാണ്. അതായത്
ദൈവത്തിന് അങ്ങോട്ട് ക്ഷമിച്ചാൽ പോരെ, എന്തിനാണ് സ്വന്തം പുത്രനായ യേശുവിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്താനൊക്കെ പോയത്, ദൈവത്തിന് സിമ്പിളായിട്ടൊക്കെ ക്ഷമിച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്ന ഒരു മറുപടിയുണ്ട്. അതായത് ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ ഒഡീഷയിൽ എന്താണ് മനോഹർപൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, മയൂർഭഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ ഒരു ഓസ്ട്രേലിയൻ ഫാമിലി മിഷണറി പ്രവർത്തനം നടത്തുന്നുണ്ടായിരുന്നു. ഗ്രഹാം സ്റ്റെയിൻസ് എന്ന ഒരു സഹോദരനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗ്ലാഡിസ് സ്റ്റെയിൻസും. അവർക്ക് 3 മക്കളാണ്. മൂത്ത മോളാണ് എസ്തർ, അടുത്ത 2 ആൺകുഞ്ഞുങ്ങളായിരുന്നു, ഫിലിപ്പും തിമോത്തിയും. അപ്പം അവർ അവിടുത്തെ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുകയും അവരെ ചികിത്സിക്കുകയും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, എനിക്കോ ഒരു ദിവസം നമുക്കറിയാം, നമുക്ക് ആ സംഭവം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ദിവസം ചില പ്രിയപ്പെട്ടവർ അവരെവിടെയോ പോയിട്ട് തിരിച്ചു വന്ന് അവരുടെ വണ്ടിയിൽ ജീപ്പിൽ കിടന്നുറങ്ങുന്ന സമയത്ത്, അതായത് ഈ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന സഹോദരനും അദ്ദേഹത്തിൻ്റെ 2 ചെറിയ ആൺകുട്ടികളും ഫിലിപ്പും തിമോത്തിയും ആ ജീപ്പിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അവർ ആ ജീപ്പ് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും അങ്ങനെ ആ സഹോദരനെയും ആ പിഞ്ചു കുഞ്ഞുങ്ങളെയും ജീവനോടെ ദഹിപ്പിക്കുകയും ചെയ്തു, ചുട്ടുകൊന്നവരെ. അപ്പം അത് കഴിഞ്ഞ് പോലീസ് അത് ചെയ്ത ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്തു, അവരെ കോടതിയിൽ കൊണ്ടുവന്ന് ഹാജരാക്കി, കാര്യങ്ങളൊക്കെ ചെയ്തു, എല്ലാം ചെയ്തു. അപ്പോൾ ഈ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഫ്യൂണറൽ സർവീസ് നടക്കുന്ന സമയത്ത്, ഈ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഈ കുഞ്ഞുങ്ങളുടെയും ഫ്യൂണറൽ സർവീസ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗ്ലാഡിസ് അവിടെ ഒരു പ്രസ്താവന നടത്തി. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതെങ്ങനെയാണ്, എൻ്റെ ഭർത്താവിനെയും എൻ്റെ മക്കളെയും കൊന്നവരോട് എനിക്ക് അല്പം പോലും വിരോധമില്ല. ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. കാരണം ക്രിസ്തു എന്നെ പഠിപ്പിച്ചത് ക്ഷമിക്കാനാണ്. അതുകൊണ്ട് ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. മക്കളെ, ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെ ക്ഷമിക്കാനായിട്ട് ദൈവമക്കൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഓക്കെ, അതിൻ്റെ വിഷയം തൽക്കാലം അല്ലാത്തതുകൊണ്ട് ഞാനത് അങ്ങനെ പറഞ്ഞു കൂടിയാണ്. ഓക്കെ, അപ്പം ഗ്ലാഡിസ് അവരോട് എന്ത് ചെയ്തു? ക്ഷമിച്ചു. പക്ഷേ ഈ പിടിച്ച പ്രതികളെ പോലീസ് കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞപ്പോൾ കോടതിയിൽ അവിടെ ജഡ്ജിയുണ്ട്, ന്യായാധിപനുണ്ട്. ആ ന്യായാധിപൻ ആ കേസിൻ്റെ വിസ്താരവും വിചാരണയും ഒക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് ശിക്ഷ കൊടുത്തു. അപ്പം ഗ്ലാഡിസ് ക്ഷമിച്ചെങ്കിലും കോടതിയിൽ അവർക്ക് എന്തുണ്ട്? ശിക്ഷയുണ്ട്. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇപ്പം ഗ്ലാഡിസിന് ക്ഷമിക്കാം, ഗ്ലാഡിസിന് പറയാം ഞാൻ ഇവരോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാം. പക്ഷെ കോടതിയിൽ ഈ വിസ്താരം നടക്കുന്ന സമയത്ത് ആ കോടതിയിലെ ന്യായാധിപൻ എഴുന്നേറ്റെന്ന് പറയുക, ഞാൻ ഇവരോട് ക്ഷമിച്ചിരിക്കുന്നു, ഇവർക്കൊരു ശിക്ഷയുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് നീതിയാണോ? ഒരു ന്യായാധിപൻ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ലല്ലോ, ഇല്ല. ഗ്ലാഡിസ് ക്ഷമിച്ചു. പക്ഷേ ഒരു ന്യായാധിപന്, ഒരു നീതിന്യായ വ്യവസ്ഥ, ഒരു റൈച്ചിയസ് ആയിട്ടുള്ള, ഒരു ന്യായമായിട്ടുള്ള, നീതിയുള്ള ഒരു ന്യായാധിപൻ ഒരിക്കലും തെറ്റങ്ങനെ ക്ഷമിക്കാനായിട്ട് പറ്റില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ക്ഷമിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അയാൾ അനീതി കാണിച്ചു എന്ന് നമ്മൾ പറയും. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ ദൈവത്തിന് അങ്ങോട്ട് ക്ഷമിച്ചാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ചോദിക്കാമെന്നല്ലാതെ ദൈവം അങ്ങനെ ക്ഷമിക്കും എന്ന് മക്കളെ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. കാരണം ദൈവം നീതിമാനായിട്ടുള്ള ദൈവമാണ്. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. ഒന്ന്, ദൈവം പരിശുദ്ധനായതുകൊണ്ട് ദൈവത്തിന് പാപത്തിന് നേരെ കണ്ണടയ്ക്കാനായിട്ട് കഴിയില്ല. 2, ദൈവം നീതിമാനായതുകൊണ്ട് ദൈവത്തിന് ശിക്ഷ ക്യാൻസലാക്കാനും പറ്റില്ല. അപ്പോൾ പിന്നെ ഇനി എന്നാ വഴിയുള്ളത്? പിന്നെ ഇനി 2 വഴിയാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ 2 വഴിയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഒന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന പാപങ്ങളൊക്കെ, തെറ്റുകളൊക്കെ ദൈവം അറിയാതെ, കാണാതെ, രഹസ്യമായിട്ടൊക്കെ എന്ത് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ വഴി. ഇപ്പം നമുക്കറിയാം, ഇവിടുത്തെ കോടതികളിലൊക്കെ
പല തെറ്റും ചെയ്ത ആളുകൾ, കയ്യോടെ പിടിക്കപ്പെട്ട ആളുകൾ പോലും തെളിവുകളുടെ അഭാവത്തിലൊക്കെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, ഈ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എറണാകുളത്ത് ജോലി ചെയ്യുന്ന സൗമ്യ എന്ന് പറയുന്ന ഒരു യവനക്കാരി, അവർ ട്രെയിനിൽ രാത്രി എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ യാത്ര ചെയ്ത് ഷൊർണൂർ, അവളുടെ വീട് ഷൊർണൂരാണ്, അവിടേക്ക് വരുമ്പോൾ രാത്രി ആ ട്രെയിന് ഏകദേശം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് 2 കിലോമീറ്റർ എങ്ങാണ്ട് മുമ്പിൽ വെച്ച് ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന ഒരു ഭിക്ഷക്കാരൻ ആ സഹോദരിയെ ഉപദ്രവിക്കുകയും ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയും ക്രൂരമായിട്ട് റേപ്പ് ചെയ്യുകയും കൊല്ലുകയൊക്കെ ചെയ്തു. വിത്തിൻ അവേഴ്സ്, മണിക്കൂറുകൾക്കകം ഗോവിന്ദസ്വാമിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പം ഈ കോടതിയിൽ ഈ കേസ് വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, കീഴ്ക്കോടതി ഈ ഗോവിന്ദസ്വാമിക്ക് വധശിക്ഷയാണ് വിധിച്ചത്. പക്ഷെ മുകളിലത്തെ കോടതിയിലേക്ക് അപ്പീൽ പോയി കഴിഞ്ഞപ്പോഴാണ് ഇപ്പം അദ്ദേഹം മരിച്ചു, BA ആളൂർ എന്ന് പറയുന്ന ആ വക്കീല് ഗോവിന്ദസ്വാമിക്ക് വേണ്ടി വാദിക്കാനായിട്ട് വന്നത്. അപ്പം അയാൾ അവിടെ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഇതായിരുന്നു: ഗോവിന്ദസ്വാമിയാണ് സൗമ്യയെ കൊന്നത് എന്നുള്ളതിന് ദൃക്സാക്ഷികളില്ല. ഗോവിന്ദസ്വാമിയാണ് സൗമ്യയെ കൊന്നത് എന്നുള്ളതിന് ദൃക്സാക്ഷികളില്ല. ഗോവിന്ദസ്വാമി ട്രെയിനിൽ വെച്ച് സൗമ്യ ഉപദ്രവിച്ചു എന്നുള്ളതിന് സാക്ഷികളുണ്ട്. സൗമ്യ ട്രെയിനിൽ നിന്ന് വീണു, ഗോവിന്ദസ്വാമി പുറകെ ചാടി എന്നുള്ളതിന് സാക്ഷികളുണ്ട്. റേപ്പ് ചെയ്തു എന്നുള്ളത് മെഡിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തു. പക്ഷേ കൊന്നത് ഗോവിന്ദസ്വാമിയാണെന്നുള്ള കാര്യത്തിന് തെളിവില്ല. കോടതിക്ക് അത് അംഗീകരിക്കേണ്ടി വന്നു. ആ വധശിക്ഷ ചുരുക്കി തടവ് ശിക്ഷയിലേക്ക് മാറ്റേണ്ടി വന്നു. എന്താ കാരണം? ഗോവിന്ദസ്വാമി ചെയ്ത ആരും കണ്ടില്ല. ഗോവിന്ദസ്വാമി സൗമ്യയെ കൊല്ലുന്നതാരും കണ്ടില്ല. അപ്പം ഇത് നമുക്ക് ചെയ്യാവുന്ന ഒരു പരിപാടിയാണത്. എന്താ? ദൈവത്തെ കാണാതെ സൂക്ഷിക്കുക. നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ ദൈവം അറിയാതെ മൂടി വയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഒന്നാമത്തെ ഒരു വഴി എന്ന് പറയുന്നത്. നമ്മളൊക്കെ പലപ്പോഴും അതിന് ശ്രമിക്കാറുമുണ്ട്, അല്ലേ? പല കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ രഹസ്യമായിട്ടൊക്കെയാണ് ചെയ്യാറുള്ളത്. അത് ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിനകത്തുള്ള ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് ചെയ്യുന്ന കാര്യം ആരും അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇൻക്ലൂഡിങ് ഗോഡ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ദൈവം പോലും അറിയുന്നില്ല എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യാറുള്ളത്. പക്ഷേ ബൈബിൾ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. ദ ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 13, എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് വായിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാനത് വായിച്ച് കേൾപ്പിക്കാം. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. എന്താ നിങ്ങൾ കേട്ടത്? ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ഇപ്പം ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ ഒരു റൂമിനകത്ത് കയറി ജനലും വാതിലും ഒക്കെ അടച്ചിട്ടിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. ഇപ്പം ഇവിടെ എന്നെ ആരും കാണുന്നില്ല. പക്ഷേ ഇപ്പോഴും ദൈവം എന്നെ കാണുന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലുള്ള മറ്റുള്ളവർക്ക്, നാട്ടിലുള്ള മറ്റുള്ളവർക്ക്, എല്ലാവർക്കും ഞാൻ മറഞ്ഞായിരിക്കണം. ആർക്കും ഇപ്പം എന്നെ കാണാനായിട്ട് പറ്റില്ല. ബട്ട് ഗോഡ് ക്യാൻ. ദൈവത്തിന് കഴിയും. കാരണം അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയില്ല. സകലവും അവൻ്റെ കണ്ണിന് മുമ്പിൽ നഗ്നവും മലർന്നുമായിട്ട് കിടക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു കനോട്ട് കവർ യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പൊതിഞ്ഞു വയ്ക്കാനായിട്ട് കഴിയത്തില്ല. ഗോഡ് നോസ് എവരിത്തിങ്. ദൈവം സകലതും കാണുന്നു, സകലതും അറിയുന്നു. അല്ലേ? അല്ലെങ്കിൽ അവൻ ദൈവമല്ലെന്ന് പറയേണ്ടി വരും. If he is God, you will be knowing everything. You cannot hide yourself from his presence. അല്ലേ? 139-ാം സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. നിന്റെ സന്നിധി വിട്ട് ഞാൻ എവിടേക്ക് പോകും? ഞാൻ സമുദ്രത്തിൻ്റെ അടിയിൽ ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ പിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് നടക്കാത്ത ഓപ്ഷനാണ് അത്. എന്താ?
നമ്മൾ ചെയ്യുന്ന കാര്യം ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് മറച്ചു വെക്കുക എന്നുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ നടക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റും ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്. നമുക്കത് മറച്ചു വെക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന തെറ്റുകളെല്ലാം ദൈവം കാണുമ്പോൾ എങ്ങനെയുള്ള ദൈവമാണ് കാണുന്നത്? പരിശുദ്ധനും നീതിമാനുമായ ദൈവമാണ് കാണുന്നത്. അപ്പം അവൻ ആ പാപത്തിന് നേരെ കണ്ണടക്കത്തില്ല. അവൻ ആ പാപത്തിൻ്റെ ശിക്ഷ ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ പാപവും ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്. സോ ഫസ്റ്റ് ഓപ്ഷൻ നടക്കത്തില്ല. ദെൻ ദർ ഇസ് ഓൺലി വൺ മോർ ഓപ്ഷൻ. വേറെ ഒറ്റ വഴിയും കൂടെ ഉള്ളൂ. എന്താണെന്നറിയാമോ? പാപമൊക്കെ ചെയ്യാതെ അത്യാവശ്യം നന്നായിട്ടൊക്കെ ജീവിച്ചു പോകുക എന്നുള്ളതാണത്. പാപം ചെയ്യാതെ അത്യാവശ്യം നന്നായിട്ട് ജീവിച്ചു പോകുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതറിയാമോ? നമ്മൾ എത്ര ശ്രമിച്ചാലും പരിപൂർണ വിശുദ്ധരായിട്ട് ജീവിക്കാനായിട്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യുന്നില്ല? കഴിയത്തില്ല. തെറ്റ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. ജസ്റ്റ് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം എനിക്കിപ്പം 57 വയസ്സ് ഏകദേശമായി. ഈ 57 കൊല്ലം ജീവിച്ചിട്ട് ഒരു തെറ്റും ചെയ്യാത്ത ആരെയും ഞാൻ കണ്ടിട്ടില്ല. കണ്ണാടി നോക്കിയിട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാനായിട്ടുള്ള പ്രാഗൽഭ്യം ഉണ്ടെങ്കിൽ, അതിനുള്ള ഗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണേ. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരാൾ ഉണ്ടല്ലോ നമുക്കൊന്ന് ആശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിതുവരെ ആരെയും കണ്ടിട്ടില്ല. ഒരു തെറ്റും ചെയ്യാത്ത ആരെയും കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ ആശ്വസിക്കാൻ പറ്റും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി തെറ്റൊന്നും എന്ത് ചെയ്യുന്നില്ല. അല്ല, ഞാൻ ഒത്തിരി തെറ്റുകളൊന്നും ചെയ്യുന്നില്ല. മാക്സിമം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? പാപം ചെയ്യാതെയൊക്കെ ജീവിക്കുന്നുണ്ട്. പിന്നെ അറിയാതെ എപ്പോഴെങ്കിലുമൊക്കെ എന്ത് ചെയ്യും? ഒരു തെറ്റൊക്കെ പറ്റിയെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഞാൻ എപ്പോഴും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയൊന്നുമില്ല. മാക്സിമം നന്നായിട്ടൊക്കെ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ നിവൃത്തികേടുണ്ട്, ബലഹീനത കൊണ്ടൊക്കെ ചിലപ്പം അറിയാതെ ഒന്നോ രണ്ടോ തെറ്റൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാകും എന്നൊക്കെ നമ്മൾ ആശ്വസിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവിടെയും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നേച്ചർ ദൈവത്തെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുക ചെയ്യുന്നത്. ദൈവം എങ്ങനെയാണ് ഇത് കാണുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ ദൈവം നമ്മുടെ ഈ റൈച്ചിയസ്നെസ്, നമ്മുടെ ഈ നീതി ഗ്രേഡ് ഇടുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു രീതിയുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. ആ ഗ്രേഡിംഗ് സിസ്റ്റം നമ്മൾ കാണുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സ് 10, യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലാണ് നമ്മൾ ദൈവത്തിൻ്റെ ആ ഗ്രേഡിംഗ് സിസ്റ്റം കാണുന്നത്. അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? ഒരുത്തൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. എന്താ നിങ്ങൾ വായിച്ച് കേട്ടത്? ഒരുത്തൻ ന്യായപ്രമാണം, അതായത് കൽപ്പനകൾ മുഴുവൻ അനുസരിച്ച് നടന്നിട്ട് ഒരെണ്ണത്തിൽ തെറ്റിയാൽ എല്ലാത്തിലും തെറ്റിയതുപോലെയാണ്. എന്നുവെച്ചാൽ എന്താ എൻ്റെ അർത്ഥം? ഞാനിപ്പോൾ പറയുക, ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഇത്രയും നേരത്തിൻ്റെ ഇടയ്ക്ക് ആകെ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഇന്ന് വരെ ഞാൻ ആകെ ഒരൊറ്റ തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഭയങ്കര ഒരു മതിപ്പൊക്കെയാണ്. കാരണം ഞാൻ എന്തേ ചെയ്തിട്ടുള്ളൂ? ഒരൊറ്റ തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ നോക്കുമ്പം അവരൊക്കെ ഒത്തിരി തെറ്റ് ചെയ്യുന്നു, അവരെക്കാളൊക്കെ എത്രയോ നീതിമാനും വിശുദ്ധനുമാണ് ഞാൻ എന്നൊക്കെ എനിക്ക് പറയാനായിട്ട് പറ്റും. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഇതിനകത്ത് എന്താ പ്രശ്നം വരുന്നത് അറിയാവോ? 10 തെറ്റ് ചെയ്ത ചാക്കോച്ചനും 100 തെറ്റ് ചെയ്ത മറിയാമ്മയും 1 തെറ്റ് ചെയ്ത ഞാനും എല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ ഒരുപോലെയാണ്. കാരണം ഒന്നീ തെറ്റിയാൽ സകലത്തിലും തെറ്റി. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. നിങ്ങളിപ്പോൾ ഒരു പരീക്ഷ എഴുതുകയെന്ന് വെച്ചോ. പരീക്ഷ എഴുതുമ്പം ഈ പരീക്ഷയ്ക്ക് ആകെ 2 ടൈപ്പ് മാർക്കേ ഉള്ളൂ. 100 മാർക്കിലാ പരീക്ഷ എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് 100-ൽ 100 മാർക്കും കിട്ടണം. അപ്പോൾ 100-ൽ 100 മാർക്കും കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നും തെറ്റിക്കാനായിട്ട് പാടില്ല. ഒന്നും തെറ്റിക്കാൻ പാടില്ല. എന്നാൽ ഒരെണ്ണം തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കുന്നത് 99 മാർക്ക് കിട്ടുന്നതാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ മാർക്കിടൽ എന്ന് പറയുന്നത് ഒരെണ്ണം തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് 0 മാർക്കാണ് കിട്ടുക.
അതവിടെ പറഞ്ഞത്. ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ചിട്ട് 99 അനുസരിച്ചിട്ട് ഒരെണ്ണം തെറ്റിയാൽ 0, എല്ലാം തെറ്റാവും. പിന്നെ അങ്ങോട്ട് ഒറ്റ വെട്ടാണ്, കംപ്ലീറ്റ് പേപ്പർ ഒറ്റ വെട്ടിയിട്ട് മുകളിൽ 0 ഇങ്ങനെ എഴുതി വിടും. ഇപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ എത്ര മാർക്ക് കിട്ടും? എനിക്ക് 0 മാർക്കേ കിട്ടത്തുള്ളൂ. നിങ്ങൾ ആർക്കെങ്കിലും 100 മാർക്ക് കിട്ടുമെന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ടോ? ദൈവത്തിൻ്റെ മുമ്പിൽ, എല്ലാം കാണുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് 100 മാർക്ക് കിട്ടുമെന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ടോ? എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ മുമ്പിൽ ചെറിയ പാപിയെന്നും വലിയ പാപിയെന്നും വ്യത്യാസമില്ല. ചെറിയ പാപമെന്നും വലിയ പാപമെന്നും ദൈവത്തിൻ്റെ മുമ്പിൽ വ്യത്യാസമില്ല. നീ ഒരു തെറ്റ് ചെയ്താൽ നിനക്ക് പിന്നെ ആകെപ്പാടുള്ള മാർക്ക് 0 മാർക്കാണ്. അപ്പം ദൈവസന്നിധിയിൽ ഈ മാർക്കും കൊണ്ട് ആർക്ക് പ്രശംസിക്കാനായിട്ട് പറ്റും? എനിക്കും നിങ്ങൾക്ക് ഇവിടുത്തെ സകല ലോകസ്ഥാപനം മുതൽ ഇന്നുവരെ ജനിച്ചിട്ടുള്ളത് യേശു ഒഴിച്ച് ബാക്കി എല്ലാവർക്കും എത്ര മാർക്ക് കിട്ടും? വെറും 0 മാർക്കേ കിട്ടുള്ളൂ. അതാ ദൈവത്തിൻ്റെ ഗ്രേഡിംഗ് സിസ്റ്റം. ഈ 0 മാർക്കും പിടിച്ചുകൊണ്ടാണ് ഒരു 0 മാർക്ക് കിട്ടിയവൻ അടുത്ത 0 മാർക്ക് കിട്ടിയവനെ കളിയാക്കാനായിട്ട് നടക്കുന്നത്. നിർത്തപ്പ, നമ്മളൊക്കെ ഒരേ കാറ്റഗറിയാണ്. നീ മദ്യപിക്കുന്നില്ലായിരിക്കും, വിഗ്രഹാരാധന നടത്തുന്നില്ലായിരിക്കും, പിടിച്ചു പറിക്കുന്നില്ലായിരിക്കും, കൊലപാതകം ചെയ്യുന്നില്ലായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ ഏതെങ്കിലും ഒരു കൽപ്പന അനുസരിച്ച് അത് ലംഘിച്ചു കഴിഞ്ഞാൽ എല്ലാം ലംഘിച്ച പോലെയാണ്. മദ്യപിച്ച പോലെയാണ്, വ്യഭിചാരം ചെയ്ത പോലെയാണ്. പിന്നെ നമുക്ക് എന്താ പ്രശംസിക്കാനുള്ളത്? ഒന്നുമില്ല. രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇല്ല. വി ആർ ഹെൽപ്ലെസ്. അതിനാണ് തിയോളജിക്കകത്ത ഡിപ്രൈവിറ്റി ഓഫ് മാൻ എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ. നോക്കിക്കേ, ദൈവം പരിശുദ്ധനായതുകൊണ്ട് അവന് പാപത്തിൻ്റെ നേരെ കണ്ണടയ്ക്കാനായിട്ട് കഴിയത്തില്ല. ദൈവം നീതിമാനായതുകൊണ്ട് അവന് പാപത്തെ ശിക്ഷിക്കാതിരിക്കാനായിട്ട് കഴിയില്ല. ദൈവം സകലത്തെയും കാണുന്നതുകൊണ്ട് നമുക്ക് ദൈവത്തെ മറച്ച് ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഒന്നിൽ തെറ്റിയാൽ നമുക്ക് പിന്നെ ബാക്കിയാകെയുള്ളത് 0 മാർക്കാണ്. ഈ 4 കാര്യങ്ങൾ ബൈബിൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെല്ലാവരും എന്തുമാത്രം നിസ്സഹായരും, എന്തുമാത്രം പ്രതിസന്ധിയിലാണ് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു പ്രശ്നം ഇത് സാർവത്രികമാണ്. ഇറ്റ് ഈസ് യൂണിവേഴ്സൽ. അത് നിങ്ങളായിരിക്കുന്ന മതത്തിൻ്റെ ഏറ്റവും വലിയ നേതാവ് മുതൽ നിങ്ങളുടെ മതം ഏറ്റവും പാപിയെന്ന് മുദ്രകുത്തി തള്ളിക്കളഞ്ഞിരിക്കുന്നവൻ വരെ ഈ 0 മാർക്ക് കിട്ടിയ പേപ്പറും പിടിച്ചുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ നിൽക്കേണ്ടത്. അതുകൊണ്ട് റോമാലേഖനത്തിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ആഴ്ച വായിച്ചൊരു വാക്യം 3:23, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീർന്നു. നോ ഡിഫറൻസ്. മനുഷ്യർക്ക് തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും അവിടെ പേപ്പറിൻ്റെ മുകളിൽ പണ്ടത്തെ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഭാഷയിൽ ആനമുട്ട വാങ്ങിയവരാണ്. 0. ഈ പ്രതിസന്ധി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായത്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് എനിക്കിവിടെ അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞത് പാപത്തിൻ്റെ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് നോട്ട് എ ജോക്ക്. ഒരു തമാശയല്ല. പാപം ഒരു തമാശയല്ല. പാപത്തിൻ്റെ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ. എന്നാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രതിസന്ധിയിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിക്കാനായിട്ട് ദൈവത്തിൻ്റേതായിട്ടുള്ള വഴി, പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ മുമ്പോട്ട് പോകുമ്പോൾ
പദ്ധതിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.